നമസ്കാരം, അജീഷാണ് ഇടുക്കി ചില്ലീസ് കേട്ടോ. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ഈ സ്പോട്ട് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ പടയരക്കണ്ടമാണ്. ഏകദേശം 950-ലധികം പിള്ളേർ പഠിക്കുന്ന ഒരു മനോഹരമായ സ്കൂളിൻ്റെ അങ്കണത്തിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഗവൺമെൻറ് ഹൈസ്കൂൾ പടയരക്കണ്ടം. ഈ സ്കൂളിൻ്റെ ഒരു വീഡിയോ നമ്മൾ പടയരക്കണ്ടം ഗ്രാമം ചെയ്തപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് നിങ്ങളെ കാണിച്ചായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് എത്തിച്ചേർന്നേക്കണേ എന്താണോ, നമ്മുടെ ഓണം അടിച്ചു പൊളിക്കാനാണ്. അതെന്താ പടയരക്കണ്ടത്തുള്ള സ്കൂളിലെ പിള്ളേരോടൊപ്പം ഒരു അടിപൊളി ഓണാഘോഷത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ്, കയറി ഫോളോ ചെയ്യുവാനും വേണ്ടി മറക്കരുത് കൂട്ടുകാരെ. അപ്പം ഇന്നത്തെ പുത്തൻ പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്. മതവും രാഷ്ട്രീയവും ജാതിയും വർഗവും ഒന്നും നോക്കാതെ മലയാളികളെല്ലാം ഒന്നാകുന്ന ഒരു നിമിഷമാണ് ഓണം എന്ന് പറയുന്നത്. ഈ സ്കൂളിൻ്റെ ഈ ഓണാഘോഷത്തിൻ്റെ ക്യാപ്ഷൻ തന്നെ എന്ന് പറയുന്നത് ഒന്നിച്ചോണം എന്നാണ്. അപ്പോൾ ഈ ഒന്നിച്ചോണം നമ്മൾ ആഘോഷിക്കാൻ വേണ്ടി അങ്ങനെ സ്കൂൾ അങ്കണത്തിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കൊച്ചു കൂട്ടുകാരൊക്കെ നല്ല വർണ്ണഭവമായിരിക്കുന്ന ഡ്രസ്സുകളൊക്കെ ഇട്ടുകൊണ്ട്, കളർഫുള്ളായിരിക്കുന്ന ഡ്രസ്സുകളൊക്കെ ഇട്ടുകൊണ്ട്, നല്ല മുണ്ടും ഷർട്ടൊക്കെ എടുത്ത് നല്ല കണ്ണാടിയൊക്കെ വെച്ച് അവരങ്ങനെ ഗ്ലാമറായിട്ട് അവരുടെ ജീവിതത്തിൽ മറക്കാൻ പാടില്ലാത്ത നല്ലൊരു ഓണാഘോഷത്തിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. അപ്പം ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഗംഭീര കാഴ്ചകളാണ്. നമുക്ക് കടക്കാം. ഓണത്തിന് പൂവും പൂക്കളവും ഇല്ലാതെ എന്തോ ഒരു ആഘോഷം അല്ലേ. ഇവിടെ കുറച്ച് കുട്ടികളും ടീച്ചർമാരൊക്കെ കൂടി നല്ല അത്തപ്പൂക്കളം ഇടുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. മനോഹരമായിരിക്കുന്ന ഒരു അത്തപ്പൂക്കളത്തിന് ഈ കാഴ്ചകളിൽ നിന്നാകട്ടെ ഇന്നത്തെ ഓണാഘോഷത്തിന്റെ തുടക്കം അല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു പൂക്കളം? എല്ലാവരും പറയണം കേട്ടോ. ആ പൂക്കളത്തിന്റെ കാഴ്ചകളിൽ നിന്ന് നേരെ നമ്മൾ പോയത് കിച്ചണിലേക്കാണ്. ഇവിടെ നല്ല അവിയലും സാമ്പാറും പുളിശ്ശേരിയും തീയലും പപ്പടവും പഴവും പായസവും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇന്ന് കുട്ടികൾക്ക് സദ്യ കൊടുക്കാൻ വേണ്ടി കേട്ടോ. അപ്പൊ അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തി അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. കുട്ടികളൊക്കെ ഇലയൊക്കെ തുടച്ചു വെക്കുന്ന കാഴ്ച കണ്ടോ. അവിടെ നിന്ന് നമ്മൾ നേരെ ഒരു ക്ലാസ് മുറിയിലേക്കാണ് പോയത് കേട്ടോ. വീടുകളിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരു ഭക്ഷണങ്ങൾ അവർ ഷെയർ ചെയ്ത് കഴിക്കുന്ന ഒരു ചെറിയ ഫുഡ് ഫെസ്റ്റിവലിന്റെ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതിനുശേഷം കുറെ കുഞ്ഞു കൂട്ടുകാർ അവിടെ ഫോട്ടോഷൂട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ എടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അങ്ങനെ നിന്നപ്പോഴാണ് ഗംഭീരമായിരിക്കുന്ന സൗണ്ട് നമ്മൾ കേട്ടത്. ദേ മാവേലി വന്നേ എന്ന് പറഞ്ഞു. ഇന്നത്തെ ഓണം ശബ്ദം പോലെ ഉറക്കെ, ഇന്നത്തെ ഓണം. അപ്പൊ മാവേലിക്ക് എല്ലാവരും ഓണാശംസ പറഞ്ഞേ. മാവേലിയോടൊപ്പം വേറെ ഒരു ടീമൻ ഇവിടെ വന്നിട്ടുണ്ട്. ആരാന്നറിയോ? എല്ലാവരും നമ്മുടെ ആ പ്രധാന ഗേറ്റിന്റെ അങ്ങോട്ട് നോക്കിക്കേ. നിങ്ങളെ കാണാൻ വേറൊരു ടീം വരുന്നുണ്ട്.
അസുര ചക്രവർത്തിയായിട്ടുള്ള മഹാബലിയായിരുന്നു. പരിവേഷം കെട്ടാൻ വന്നതുകൊണ്ട് ഒരുപാട് സന്തോഷവും എങ്ങനെയുണ്ട് കൂട്ടുകാരെ? കളം മുറുകിയില്ലേ? ഓണക്കാലം അല്ലേ? അപ്പൊ കളം മുറുകാതെ എങ്ങോട്ട് പോകാനല്ലേ? മാവേലിയും കുട്ടികളും പുലികളിയും അതുപോലെ കൊച്ചു കൂട്ടുകാരെല്ലാം കൂടി ഇവിടെ ഓണാഘോഷം അങ്ങനെ തകർത്താടുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നും കഴിഞ്ഞിട്ടില്ല, ഇനിയും കൂടുതൽ കാഴ്ചകളിലേക്ക് നമ്മൾ കടക്കുകയാണ് കേട്ടോ. വടംവലിയും കസാരകളിയും വാലുപറിയും ചാക്കിലോട്ടവും മിഠായി വർക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ ഗ്രൗണ്ടിലെ ആക്ടിവിറ്റീസിന് വേണ്ടി കുട്ടികളൊക്കെ തയ്യാറെടുത്ത് നിൽക്കുന്ന കാഴ്ചകളാണ്. സാറേ ഞാനൊന്ന് പോകട്ടെ.
8B ക്ലാസ്സുകാരും 8B തന്നെ ഓണസദ്യ കഴിക്കണ്ടേ? അപ്പൊ നമുക്ക് അങ്ങനെ ഊട്ടുപുരയിലേക്ക് പോയാലോ? ദേ കുട്ടികളൊക്കെ ഇരുന്ന് നല്ല ഓണസദ്യ കൊണ്ടുവന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഫസ്റ്റ് ആദ്യം ചെറിയ കുട്ടികൾ കാണണം കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ 950-ലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആഘോഷങ്ങൾ നടക്കുമ്പോൾ തന്നെ കുട്ടികൾക്കുള്ള ഓണസദ്യ ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. വിളമ്പി കൊടുക്കുന്ന ടീച്ചർമാരുടെയും അതുപോലെ ഈ സ്കൂളിന്റെ മറ്റു അധികാരികളുടെ ഒക്കെ മുഖത്തുള്ള ഭാവം കണ്ടോ? എത്ര സന്തോഷത്തോടു കൂടിയാണ് ഭക്ഷണങ്ങൾ അവർക്ക് വിളമ്പി കൊടുക്കുന്നത്. നമ്മുടെ കുട്ടികളൊക്കെ അത് നല്ല അടിപൊളിയായിട്ട് ആസ്വദിച്ച് കഴിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നല്ല ചോറ് തൂശനയിലേൽ വിളമ്പി നല്ല സാമ്പാറൊക്കെ ഒഴിച്ച് അവിയലും തോരനും തീയലും പപ്പടവും പഴവും പായസവും എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് നല്ലൊരു ഓണസദ്യ ആയിരുന്നു ഈ സ്കൂളിൽ ഒരുക്കിയത് കേട്ടോ. അപ്പൊ ഓണമൊക്കെ അടിച്ചു പൊളിച്ചോ? അടിപൊളിയായിരുന്നോ? ഓണസദ്യ ഒക്കെ കഴിച്ചോ? കഴിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ഈ പ്രാവശ്യം? നല്ല രസമുണ്ടായിരുന്നു. നല്ല ആഘോഷങ്ങളും നല്ല സദ്യയും ഒക്കെ ഉണ്ട്. നല്ല വയനാടുകളുണ്ട്. ഞങ്ങളെ പിരിയാൻ പോവാണ്. വെക്കേഷൻ കഴിഞ്ഞ് കാണാം വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും കൂടെ ഒരു ഹാപ്പി ഓണം പറഞ്ഞേ.
ഓണസദ്യയൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഓണാഘോഷം ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പാടില്ലാത്ത നല്ല സമ്മാനമായിട്ട് അവരങ്ങനെ മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ കൊച്ചു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ്, അത് കയറി ഫോളോ ചെയ്യുവാനും വേണ്ടി മറക്കരുത്. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡ് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.